ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? രണ്ട് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ അമേരിക്കയുടെ നേട്ടം എന്താകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരമേയുള്ളൂ, അത് ആണവായുധമാണ്. ഇറാൻ പോലൊരു രാജ്യം ഒരു വമ്പിച്ച ആണവക്കരുത്താകുന്നു എന്ന ഭയമാണ് അമേരിക്കയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. വരും ഭാവിയിൽ ഇറാൻ ഒരു ഭീഷണിയാകരുത്. അത് മറ്റു പല രാജ്യങ്ങളെയും പോലെ അമേരിക്കയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആണവശക്തിയായി ഇറാൻ മാറുന്നതിനെ അടിമുടി എതിർത്ത രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനോടുള്ള ശത്രുതയ്ക്ക് പിന്നിൽ അവരുടെ ആണവ നിലയങ്ങളും അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യുറേനിയവുമാണ്. ഇറാന്റെ കൈവശം ആണവായുധമുണ്ടെന്നും ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലാണെന്നും പല കാലങ്ങളിലായി അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ആരോപിക്കുന്നുണ്ട്. ആണവായുധം നിർമ്മിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇറാനെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസിയും പറയുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഭയത്തിലാണെന്ന് തീർച്ചയാണ്. ഒന്നല്ല രണ്ടല്ല 10 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച പദാർത്ഥങ്ങൾ ഇറാന്റെ കൈവശം കാലങ്ങളായി ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇവ സൂക്ഷിച്ചതത്രയും ഇസ്ഫഹാനിൽ ആണെന്നും അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇസ്ഫഹാൻ കേന്ദ്രം പൂർണ്ണമായും തകർന്നോ എന്നതിൽ വ്യക്തതയില്ല. തകർന്നു എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാൻ അത് തള്ളിക്കളയുകയാണ്. സമ്പുഷ്ടീകരിച്ച 9247 കിലോ യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടെന്നാണ് മെയ് പകുതിയോടെ രാജ്യാന്തര ആണവോർജ ഏജൻസി റിപ്പോർട്ട് പറയുന്നത്. ഇത് ഇറാന് കൈവശം വയ്ക്കാമെന്ന് 2015 നിശ്ചയിച്ചതിന്റെ 45 മടങ്ങ് കൂടുതലാണ്. 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധം നിർമ്മിക്കാൻ വേണ്ടതെന്നാണ് കണക്ക്. ഇറാന്റെ പക്കൽ 60%-ലേറെയുണ്ടിതെന്നാണ് റിപ്പോർട്ടുകൾ. ഫോർഡോയിൽ 81% വരെ സമ്പുഷ്ടീകരിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതായത് 10 ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ടെന്നാണ് IAEA പോലും വിശ്വസിക്കുന്നത്. ആദ്യ ലക്ഷ്യമായിരുന്ന ഫോർഡോ നാമാവശേഷമായെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആവർത്തിച്ചുള്ള വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സെൻട്രിഫ്യൂജ് ഉൽപാദനത്തെ തകർത്തതായി ഇസ്രയേലും പറയുന്നു. ആദ്യ 24 മണിക്കൂറിൽ ഇസ്ഫഹാൻ പ്രധാന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിന്റെ. രണ്ടാം തരംഗാക്രമണത്തിൽ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വംശനാശം വരുത്തിയെന്ന് അന്ന് IDF ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുണ്ട്. നതാൻസ്, ഇസ്ഫഹാൻ നിലയങ്ങൾക്ക് നേരെയാണ് ടൊമഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചത്. താഴ്ന്നു പറക്കുന്നതിനാൽ റഡാറുകളുടെ കണ്ണിൽ പെടാനാകില്ല ഈ മിസൈലുകൾക്ക്. ദീർഘദൂരം സഞ്ചരിച്ച കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിച്ചു തകർക്കാനുള്ള ശേഷിയുണ്ട് ഈ സബ്സോണിക് ക്രൂസ് മിസൈലിന്. ഫോർഡോ നിലയവും ആക്രമിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതൊക്കെ തന്നെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്.